ശരിക്കും തളിയാവർമ്മയിൽ പൂരം തുടങ്ങിയിട്ട് 6 ദിവസമായി കേട്ടോ. അതായത് ഇന്നത്തേക്ക് 6 ദിവസമായി. ഇന്നലെ അഞ്ചാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. പിന്നെ ഇന്നലെ തന്നെ വന്ന് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വോയിസ് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ലേറ്റ് ആയിട്ടാണ് വന്നത്. പിന്നെ എനിക്ക് ആ ഒരു വോയിസ് കൊടുക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് ഞായറാഴ്ച ആയിരിക്കുമ്പോൾ കുറച്ച് സമയം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ തന്നെ വൈകിട്ട് അമ്പലത്തിലോട്ട് ഞാനും കണ്ണനും കൂടി ആദ്യമേ ചെന്നപ്പോൾ അമ്മ അതൊക്കെ മുന്നേ പോയായിരുന്നു. പക്ഷെ അമ്മേനെ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അത് അത്യാവശ്യം തിരക്കുണ്ടല്ലോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഒരു പൊസിഷനിൽ ഒരു സ്ഥലത്തോട്ട് മാറി നിൽക്കുന്നത്. എന്താണെന്ന് പറയാൻ നോക്കുമ്പോഴത്തേക്കും മറ്റേ വട്ടക്കളി, അതിനെന്തൊരു പേര് പറയുള്ളൂ. എനിക്കിത് കാണുമ്പോൾ വട്ടത്തിൽ നിൽക്കുന്നുണ്ട്, വട്ടക്കളിന്നേ വരുള്ളൂ. ഇതിന് വേറെന്തോ ഒരു പേര് പറയുമെന്ന് തോന്നുന്നു. എന്തെങ്കിലും ആട്ടെ. എനിക്ക് ആ കളിയോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഡാൻസൊക്കെ കണ്ടിട്ട് അതെല്ലാം കണ്ടിട്ട് ഞാൻ ഇങ്ങനെ എന്ത് വാങ്ങിക്കും. ഇപ്പോൾ മുട്ട ബജി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുട്ട ബജിയൊന്നും ഒരു കടയിലില്ല, എല്ലാം നാളെ വരുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു മുളക് ബജി കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ശങ്കുവിനെ കൊണ്ട് നേരെ ഒരു മുളക് ബജി വാങ്ങിച്ചേ. അപ്പോൾ ഞാനിത് കഴിച്ചിട്ടുണ്ടെന്നപ്പോഴത്തേക്കും ചിന്നുവിന് ഷെയ്ക്ക് വേണം, അതായത് നമ്മുടെ എന്തായിരുന്നു ടെനർ കോക്കനട്ട് ഇല്ലേ, അതിൻ്റെ ഷെയ്ക്ക് വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഡയറ്റിൻ്റെ ആൾക്കാരായതുകൊണ്ട് പുള്ളിക്കാരിക്ക് വേണം വേണ്ട ആ ഒരു മാനസികാവസ്ഥ നിൽക്കുകയായിരുന്നു. അപ്പോൾ കണ്ണൻ നിർബന്ധിക്കുന്നു. കണ്ണനാണെങ്കിൽ കൊച്ചു വാങ്ങിച്ച് കുടിക്കുക, ഡയറ്റ് എങ്ങനെ പൊളിക്കാമെന്ന് നോക്കിയിട്ട് അപ്പോൾ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്നാൽ കുടിക്കാമല്ലേ എന്നിട്ട് ഒരെണ്ണം വാങ്ങിച്ചു. ഞങ്ങളെല്ലാം അങ്ങനെ കേട്ടോ, ഒരെണ്ണം വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കൂടിയാണ് കുടിക്കുന്നത്. കാരണം വെറുതെ 5-6 വാങ്ങി പൈസയും കളയേണ്ട ആവശ്യമില്ല. പിന്നെ അത് ഡയറ്റും ഒക്കെ പോകുമല്ലോ, ഇച്ചിരി ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. ഒരെണ്ണം വാങ്ങിച്ചാൽ മൊത്തം കുടിക്കുമല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വട്ടം വെച്ച് സമ്മേളനം എല്ലാം കഴിഞ്ഞിട്ട് കൊച്ചുമാരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ സമ്മേളനം എല്ലാം കഴിഞ്ഞതിന് ശേഷം നാടകം തുടങ്ങിയപ്പോൾ ഒന്ന് കണ്ടേക്കാം, കുറേ നാളായല്ലോ നാടകം കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് നാടകം കാണാൻ വേണ്ടി നിന്നു. എൻ്റെ ദൈവമേ, പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയ്ക്കും ഒരു പൊട്ട നാടകം ഞാൻ എൻ്റെ ജീവിതത്തിൽ 2ാമത്തെ പ്രാവശ്യം കാണുന്നത് കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം ഒരു 10-12 കൊല്ലം മുന്നേ ഒരു പൊട്ട നാടകം കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു പോപ്കോണും വാങ്ങി, 2 മുട്ട ബജി. ഇവിടെ നമ്മുടെ റോഡിൻ്റെ ഓപ്പോസിറ്റ് മുട്ട ബജി ഉണ്ടായിരുന്നു. അതും വളരെ ശോചനീയ അവസ്ഥ. ആ മുട്ട ബജിയും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. എന്നാൽ ചേട്ടനെ കണ്ടാൽ പറയണം, ചേട്ടാ ഇങ്ങനെ ഇനി മുട്ട ബജി ഉണ്ടാക്കരുതെന്ന്. എനിക്കിഷ്ടമായില്ല. അപ്പം അതെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ എന്നാൽ വീട്ടിൽ പോയേക്കാമെന്ന് കരുതി വീട്ടിലോട്ട് പോകുന്ന വഴി ഇങ്ങനെ കുറേ കടകളുണ്ട്, അതായത് ഈ വളക്കടകൾ. അപ്പം നമുക്കെന്താ വെച്ചാൽ എന്നാൽ ഓരോ അരിമണിയും പെറുക്കി പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ കുറേ സംഭവമൊക്കെ നോക്കി. ഞാനീ നോക്കൽ മാത്രമല്ല കേട്ടോ, ഒരു സാധനവും വാങ്ങിക്കത്തില്ല, വേറെ ഒന്നുമല്ല, ഞാനിതൊന്നും യൂസ് ചെയ്യത്തില്ല. അപ്പോൾ വെറുതെ പിന്നെ ചിന്നു വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇടും. അതുകൊണ്ട് ചിന്നുവിന് കുറച്ച് വളയെല്ലാം വാങ്ങി. ഞാൻ വന്നിട്ടും പോയിട്ട് സ്വർണ്ണത്തിൻ്റെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഇതൊക്കെ വാങ്ങി പൈസ കളയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക്. പിന്നെ അതുമല്ല, അത്യാവശ്യം നല്ല വിലയുണ്ട് ഇവിടെയൊക്കെ. പിന്നെ കുപ്പിവളയെന്ന് പറയുമ്പോൾ എല്ലാം ഒരു റേറ്റ് തന്നെ എനിക്ക് തോന്നിയത്. അപ്പുറത്തെ കടയിൽ 160 രൂപയൊക്കെ പറഞ്ഞു കുപ്പിവളയ്ക്ക്. വേണ്ട ചേട്ടാ പിന്നെ വരാമെന്ന് പറഞ്ഞ് പോകുന്നതല്ലാണ്ട് ഇനി ആ കടയിലോട്ട് ഞങ്ങൾ പൊങ്ങത്തില്ല. പക്ഷേ ഈ കടയിൽ നമ്മൾ 2 വള വാങ്ങിയിട്ട് 2 സെറ്റ് വള, അതായത് 12 എണ്ണം വീതം, 40 രൂപ എന്തോ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി.